കെയറോസ് കനാലിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നേ ഒരു കിയാക്ക് ഹീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ 4ാമത്തെ ജനറേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണം. അപ്പോൾ അവളൊന്ന് ഹീറ്റ് ടെസ്റ്റ് ചെയ്യണം, അതൊക്കെ കഴിഞ്ഞിട്ടൊന്ന് മേറ്റ് ചെയ്യണം. അപ്പോൾ അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുന്ന ഒരു വീഡിയോ ആണ് ഇന്ന് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പൊ നമ്മളങ്ങനെ ഇവിടെ ഒന്ന് ഹീറ്റ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോകണം. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാൽ നമ്മളെല്ലാ തവണയും ഹീറ്റൊക്കെ ടെസ്റ്റ് ചെയ്തിട്ടാണ് മേറ്റ് ചെയ്യണത്. അപ്പോൾ ഹീറ്റ് ടെസ്റ്റ് ചെയ്യാൻ കൊണ്ടുപോകണം. അപ്പോൾ ഇവൾക്ക് പ്രത്യേകത എന്ന് പറഞ്ഞാൽ സാധാ ഡോഗുകൾക്കൊക്കെ ഒരു 10 ദിവസം 12 ദിവസമൊക്കെ ഹീറ്റ് കാണാറുണ്ട്. പക്ഷേ ഇവൾക്ക് 2-3 ദിവസം കാണിക്കുന്നുള്ളൂ. കഴിഞ്ഞ തവണ അങ്ങനെ തന്നെയായിരുന്നു. അപ്പോൾ അത് കാരണം നമ്മൾ കഴിഞ്ഞ തവണ ചെയ്തില്ല. അപ്പോൾ ഇത്തവണ ശ്രദ്ധിച്ചു കഴിഞ്ഞപ്പോഴും ഹീറ്റായി 2 ദിവസമായിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. എന്താണെന്ന് അറിയില്ല, ഇനിയിപ്പോൾ ഹീറ്റ് കഴിഞ്ഞോ അങ്ങനെയാണെന്നൊന്നും അറിയില്ല. അപ്പോൾ ടെസ്റ്റ് ചെയ്ത് നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ അടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് വേണം. നമ്മുടെ തൊട്ടടുത്ത് തന്നെ എന്ന് പറഞ്ഞാൽ അങ്കമാലി എയർപോർട്ടിൻ്റെ അവിടെ ഹോസ്പിറ്റലുണ്ട്, AMC ക്ലിനിക് എന്ന് പറഞ്ഞ ഗോകുൽ ഡോക്ടറുടെ. അപ്പോൾ നമ്മൾ അവിടെയാണ് ടെസ്റ്റ് ചെയ്യാൻ പോണേ. അപ്പോൾ നമ്മൾ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ടെസ്റ്റ് ചെയ്യാൻ പോയിച്ചിരിക്കുകയാണ്. ഇനി അവിടെ ചെന്ന് ഡോക്ടർ ഹീറ്റ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇന്നിപ്പോൾ ചെയ്യണമെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഇന്ന് തന്നെ കൊണ്ടുപോകും. അല്ലെങ്കിൽ ഹീറ്റിൻ്റെ ഇത് നോക്കിയിട്ട് ചിലപ്പോൾ ഒന്നും കൂടി ടെസ്റ്റ് ചെയ്യേണ്ടി വരും. ഒന്നും അറിയില്ല, പോയി നോക്കാണ്. ഇപ്പോൾ 2 ദിവസം ആയിട്ടുള്ളൂ സത്യം പറഞ്ഞാൽ ഹീറ്റായിട്ട്. അപ്പോൾ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടി പോകണം. സാധാരണ ഇവരുടെ മദറിനൊക്കെ ഒരു 9 ദിവസം 10 ദിവസം 12 ദിവസമൊക്കെ ഹീറ്റ് കാണിക്കാറുണ്ട്. അപ്പോൾ നമ്മളൊരു 9ാമത്തെ ദിവസമാണ് സാധാരണ ടെസ്റ്റ് ചെയ്യാൻ പോകാറ്. അപ്പോൾ 9ാമത്തെ ദിവസം ടെസ്റ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ സ്റ്റാർട്ടിങ് ആയിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ പിന്നെ 2 ദിവസം കൂടി കഴിഞ്ഞിട്ട് ഒന്നും കൂടി ടെസ്റ്റ് ചെയ്തിട്ട് ആണ് നമ്മൾ മേറ്റ് ചെയ്യാറ് സാധാരണ. അപ്പോൾ ഇവർക്ക് ഇങ്ങനെ ഷോർട്ടായിട്ട് ഹീറ്റ് വന്ന കാരണം നമുക്കറിയില്ല. അപ്പോൾ അത് കാരണം ഹീറ്റായി. അപ്പോൾ കണ്ട് പിറ്റേ ദിവസം തന്നെ നമ്മൾ പോയിച്ചിരിക്കുന്നത്. ഹീറ്റ് ആയി കഴിഞ്ഞ് നമ്മളിപ്പോൾ 15 ദിവസം മുമ്പ് ഇവർക്ക് ഡിവാം ചെയ്തതാണ്. അത് കാരണം നമ്മളിപ്പോൾ ഡിവാം ചെയ്തിട്ടില്ല. ഫോളിക് ആസിഡിൻ്റെ ടാബ്ലറ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ മൾട്ടി വൈറ്റാമിൻ നമ്മൾ ഡെയിലി കൊടുത്തു വെച്ചിരിക്കുന്നതാണ്. ഇത്രയൊക്കെയാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഫോളിക് ആസിഡ് നമ്മൾ ഹീറ്റായി അന്നോട്ട് പിറ്റേ ദിവസം തൊട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് നമ്മളിനി ഒരു ഡെലിവറി ആവണ അന്ന് വരെ നമ്മൾ ഫോളിക് ആസിഡ് ഡെയിലി ഓരോ ടാബ്ലറ്റ് കൊടുക്കും. അയൺ ഫോളിക് ആസിഡ് ടാബ്ലറ്റ്. അത് എല്ലാവരും നമ്മൾ സാധാരണ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ മൊത്തം കൊടുക്കാറുള്ളതാണ്. അപ്പോൾ അങ്ങനെ തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തേക്കണം. ഇനി ഹീറ്റ് ടെസ്റ്റ് കഴിഞ്ഞാലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ മേറ്റ് ചെയ്യണോ അത് ഇനി കഴിഞ്ഞോന്ന് അറിയില്ല, ലാസ്റ്റ് സ്റ്റേജ് ആയോ എന്നാണെന്ന് അറിയില്ല. അപ്പോൾ അതിൻ്റെ റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കിന്ന് ചെയ്യാൻ പറ്റുള്ളൂ, അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഇപ്പോൾ 1-2 മെയിലിൽ നോക്കി വെച്ചിട്ടുണ്ട്. ചിലപ്പോൾ എസ്കോബാറിൽ നമുക്ക് ചെയ്യണമെന്ന് താല്പര്യമുണ്ട്. അല്ലെങ്കിൽ പിന്നെ ഡിസ്നിസ്കാൻ്റെ കോട്ടയത്താണ് മെയിലുള്ള ബിബിൻ ചേട്ടൻ്റെ. അപ്പോൾ ഈ 2 മെയിലിൽ അതിന് ഒരെണ്ണം ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുന്നത്. സൈഡിൽ ഇരിക്കുന്ന 1, 2, 3 കഴിഞ്ഞ വന്നിട്ട് നമ്മുടെ അവിടെ ഇങ്ങനെ താഴേക്ക് ഇറങ്ങി പോയിക്കണം. അങ്ങനെ ഫുൾ ബോഡി അവർക്ക് വീഡിയോ ചെയ്യാൻ വന്നിട്ട് നോക്കിയിട്ട് കാണാനില്ല. അവസാനം നോക്കിയാൽ സ്കിന്നിന്റെ ഉള്ളിൽ കൂടെ അങ്ങനെ പോകല്ലേ. പ്രായം കൂടുന്നതോ ഇങ്ങനെ അനങ്ങിക്കൊണ്ടിരിക്കും. അപ്പൊ നമുക്ക് കിയയുടെ ഹീറ്റ് ടെസ്റ്റ് കഴിഞ്ഞു.
അപ്പോൾ അതിൻ്റെ റിസൾട്ട് 1 മണിക്കൂർ വെയിറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഷോർട്ട് ഹീറ്റാണെന്ന് പറയണ ഡോക്ടർ. ഹീറ്റ് ഏകദേശം കഴിയാറായേക്കാണ്, ലാസ്റ്റ് സ്റ്റേജിലേക്കാണ്. സൈറ്റോളജി നോക്കിയിട്ട് കറക്റ്റ് ടൈമാണെന്ന് പറയണേ. കുഴപ്പമില്ല, നല്ല ബ്ലഡിൻ്റെ ഇതൊക്കെ നല്ല ലൈറ്റ് കളറായിട്ടുണ്ട്. അപ്പൊ ഡോക്ടർ പറഞ്ഞ വെയിറ്റ് ചെയ്യാനേ പറയണേ. ഒരു പ്രൊജസ്ട്രോൺ ലെവൽ ഏകദേശം ഒരു 16 ആയിട്ടുണ്ട്. ലാസ്റ്റ് സ്റ്റേജിലേക്കാണ് പിന്നെ 20 വരെ വലിയ കുഴപ്പമില്ല എന്ന് പറയുന്നത്. വെച്ചാൽ ഇത് 12 വരെയൊക്കെയാണ് ഏറ്റവും ഷാർപ്പ് ടൈം എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ 12 കഴിഞ്ഞിട്ടും ചെയ്തിട്ടുണ്ട്, പക്ഷെ ഒക്കെ ആവാറുണ്ട്. ഇതെങ്ങനെയാണെന്ന് അറിയില്ല, നമുക്ക് ചെയ്ത് നോക്കാന്ന് വിചാരിച്ചിരിക്കുന്നു. അപ്പൊ നമ്മള് ബിസിനസ് ഗാനിയാണ് സെലക്ട് ചെയ്തേക്കണേ. ലാസ്റ്റ് ആ മെയിലാണ് നമ്മൾ സെലക്ട് ചെയ്തേക്കണേ. അപ്പൊ അങ്ങേരോട് വിളിച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ സംസാരിച്ച് വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ വെയിറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്, പോയിച്ചിരിക്കുകയാണ്. ഇപ്പൊ 2 മീറ്റിംഗ് ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അത് രാത്രി ഒരെണ്ണം, ഒരു ദിവസം ഇടവിട്ടിട്ട് 2 ചെയ്തു നോക്കാം. എങ്ങനെയുണ്ടെന്ന് അറിയില്ല, ലാസ്റ്റ് സ്റ്റേജ് ആയ കാരണം. അപ്പൊ നമ്മൾ മെയിറ്റ് ചെയ്ത് നോക്കാന്ന് വിചാരിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ കീയ്ക്ക് മൈക്രോ ചിപ്പ് ഇൻസേർട്ട് ചെയ്തിട്ടുണ്ടായില്ല. അപ്പൊ അത് ഇൻസേർട്ട് ചെയ്തു. ഇപ്പൊ ഈ ഹോസ്പിറ്റലിൽ ഏതായാലും വന്നപ്പോ അതും കൂടി ചെയ്തു. അപ്പൊ അതൊക്കെ കഴിഞ്ഞു. അപ്പൊ നമ്മൾ ഇനിയും മീറ്റിങ്ങിന് കോട്ടയത്തേക്ക് പോകാന്ന് വിചാരിച്ചിരിക്കണേ. കോട്ടയത്താണ്, നമ്മുടെ ഇവിടുന്ന് ഒരു 70-80 കിലോമീറ്റർ ദൂരം ഉണ്ട്. അപ്പൊ നമ്മൾ വണ്ടിയിൽ പോയിട്ട് ഇന്ന് തന്നെ ചെയ്യാം, രാത്രി തന്നെ ചെയ്യാന്നുള്ള കണക്കൂട്ടലിലാണ് ഇരിക്കുന്നത്. അപ്പൊ വെയിറ്റ് ചെയ്യാൻ പോയിച്ചിരിക്കുകയാണ്. അപ്പൊ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. അപ്പൊ മീറ്റിങ്ങിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളായിട്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.